നെയ്ത്ത് നഗരമായ കോഴിക്കോട് നഗരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആയിരക്കണക്കിന് ക്രിസ്മസ് പാപ്പമാർ ഒരുമിച്ച് ഇറങ്ങുന്നത്. കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മെഗാ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്മസ് പാപ്പമാർ ഇപ്പോൾ ഈ നഗരത്തിലൂടെ നടക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ സെന്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ് ഈ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഫെലിക്സ് നതാലിസ് എന്ന പേരിലുള്ള ആദ്യമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള പള്ളികൾ, ഒപ്പം തന്നെ കോളേജുകൾ, സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഇവിടെ നിന്നുള്ള എല്ലാ ആളുകളുമാണ് ഈ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാപ്പമാർ സഞ്ചരിച്ച് ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നത്. പലതരത്തിൽ പാപ്പമാരുടെ വേഷം കിട്ടിയ ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാപ്പയാണിത്. സാധാരണ മുഖംമൂടി വെച്ചൊക്കെയാണ് പാപ്പമാർ വേഷം കിട്ടുക. പക്ഷേ ഇത് മുഖംമൂടി ഇല്ല. താടിയും മുടിയും ഒപ്പം തന്നെ പുരുകവും മീശയൊക്കെ തന്നെ വെച്ചൊട്ടിച്ചിട്ടാണ് ഈ പാപ്പയുടെ വേഷം കെട്ടിയിരിക്കുന്നത്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എന്താ തോന്നുന്നു? വെറൈറ്റി വേഷമാണല്ലോ, മാസ്ക് ഒന്നുമില്ലല്ലോ. തീർച്ചയായും അതിമനോഹരമായ രീതിയിൽ ഫ്രാൻസിസ് കറുകപ്പള്ളിയാണ് ഈ വേഷം എന്നെ ധരിപ്പിച്ചത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യമായാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത്. ആദ്യമായാണ് കോഴിക്കോട് രൂപത ഫെലിക്സ് നതാലിസ് എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇത് ഈ വർഷം കൊണ്ട് അവസാനിക്കുന്നില്ല. കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറയുന്നത് വരും വർഷങ്ങളിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുമെന്നാണ്. ഈ ചരിത്രം ഇനി ആവർത്തിക്കുമോ? അത് ഇതാദ്യമായിട്ട് നടത്തുന്നത് ഇനി ആവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ക്രിസ്മസിൻ്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സന്ദേശം നൽകുക, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരിക, അത് നല്ലതാണെന്ന് അറിയുകയാണ്. അതുകൊണ്ട് വീണ്ടും നടത്തും. ഞങ്ങൾ ഉണ്ടാവും, കൂടുതലുണ്ടാക്കാൻ സാധിക്കും. ഇക്കൊല്ലൊരു പരീക്ഷണാർത്ഥം നമ്മൾ നടത്തുന്നതാണ്. ഇനി കുറച്ചും കൂടെ കൂടുതൽ വിപുലമായ രീതിയിൽ നമ്മൾ നടത്താൻ തുടങ്ങും. സ്ത്രീകളും കുട്ടികളും സിസ്റ്റേഴ്സും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് എൻ്റെ പിന്നാലെ പാപ്പമാരുടെ വേഷം കെട്ടി വരുന്നത്. കോഴിക്കോട് നഗരം തന്നെ വളരെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം കോഴിക്കോട് നഗരത്തിൽ ആദ്യമായിട്ട് വരുന്ന ഇത്ര അധികം വരുന്ന പാപ്പന്മാർ, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ റോഡിൻ്റെ ഇരുവശത്ത് നിന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും വരും വർഷങ്ങളിലും കൂടുതൽ പാപ്പന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷം പൊടിപൊടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ.